നമ്മുടെ റെഡ് കാർപ്പറ്റിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ദേവി ചേച്ചിയും കിഷോറേട്ടനും ഇവിടെ റെഡിയാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ കിഷോറേട്ട ആൻഡ് ദേവി ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. വന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളായിരിക്കും പ്രേക്ഷകർക്ക് അറിയാനുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് പറയൂ, എന്താണ് ഈ യൂട്യൂബ് ചാനൽ? അതാരാ നമ്മളോട് ചോദിക്കുന്നറിയോ? യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങ് മില്യൺസ് യൂട്യൂബ് ചാനലിനെ പറ്റി അറിയില്ല കേട്ടോ ഈ കുട്ടി. യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ എന്താണ് അങ്ങനെ ചോദിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെയൊക്കെ ചാനൽ കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കൂടാ. എന്റെ പല വീഡിയോ കണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ? ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മുടെ 2-3 സുഹൃത്തുക്കളൊക്കെ ഈ ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി. അവരൊക്കെ വിളിക്കാറുണ്ട്, നമ്മുടെ പ്രോഗ്രാംസ് ചാനൽ കണ്ടിട്ടും പറയാറുണ്ട്, ഞാനും അവരുടെ കമന്റ്സ് ഒക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പണ്ട് ഇതുപോലെ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അയക്കും, നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണും, ചിലപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്നില്ല, നമ്മളത് കാണുള്ളൂ. പക്ഷെ ഇപ്പം നമ്മളത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലായത്. കാര്യം വരുന്ന എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, ബെല്ലൈക്കൺ എല്ലാവർക്കും, കാരണം നമുക്കറിയാം എന്തോ ഒരു എഫേർട്ട് എടുത്താണ്. അപ്പൊ നോർമലി പണ്ടൊക്കെ വിചാരിച്ചോണ്ടിരുന്ന എന്തോ ഒരു വീട്ടിലിരുന്ന് എന്തോ കാണിക്കുന്നു. പക്ഷെ അല്ല, അതല്ലാതെ അതിൻ്റെ അകത്ത് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട്, അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അപ്പൊ എന്തൊക്കെയോ നമുക്ക് ചെയ്യണം എന്നും തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ കൂടെയുള്ള ഇത്രയും സമയം പോയതേ അറിഞ്ഞില്ല. ഭയങ്കര രസമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഷോയിനെ കൊണ്ടുപോയി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. അതായത് ഇന്നും നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഗസ്റ്റ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് അവരുടെ ഒരു ഷോറിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ കാണാം. യെസ്. നമസ്കാരം, ഞാൻ ഗോപിക വർമ്മ. രാജനഗരിയായ തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ വീട്. കലകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടായതുകൊണ്ട് തന്നെ ഞാനും ചെറുപ്പം മുതലേ ശാസ്ത്രീയ സംഗീതവും വീണയും പഠിച്ചു തുടങ്ങി. ഇനി എൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. എൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛൻ്റെ പേര് വിനോദ് വർമ്മ, അസ്ട്രോളജറാണ്. അമ്മയുടെ പേര് ഭുവന വർമ്മ. ചെറുപ്പം മുതലേ എൻ്റെ പാട്ട്, വീണ അങ്ങനെ എല്ലാ പ്രോഗ്രാമുകൾക്കും കൊണ്ടു നടന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവരാണ്. എങ്കും നിറൈ ഇതാണ് ഹസ്ബൻഡ്, വൈശാഖ് രാജ. ചെന്നൈ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനുമാണ്. അമ്മയുടെ പേര് ബിന്ദു രാജ. അച്ഛൻ്റെ പേര് മുരളീഗോപാൽ പണ്ടാല എന്നാണ്. അച്ഛൻ നോർത്ത് പറവൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെഡ് കാർപ്പറ്റ് ഷോയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയ അമൃത ടിവിയോട് ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ ഈ സംഗീത ജീവിതം എങ്ങനെ പോകുന്നു? അടുത്തിടെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു? സുഖമായിട്ടിരിക്കണു. മ്യൂസിക്കും ഫാമിലി ലൈഫും എല്ലാം ദൈവാനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു. അതായത് ഇത്ര വയസ്സ് മുതലാണ് ഇത് വീണ പഠിച്ചു തുടങ്ങിയത്? ആരായിരുന്നു ഗുരു? വീണ ഒരു 9 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. പാട്ട് ഒരു 4-5 വയസ്സ് തൊട്ടും പഠിച്ചു തുടങ്ങിയതാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 1.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ വീണ സ്കോളർഷിപ്പ് കിട്ടി. അത് ട്രിവാൻഡ്രത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു CCRT എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ആണ്. അത് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അറ്റൻഡ് ചെയ്ത്. അത് 2012 തൊട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ വരെ കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗോപികയുടെ ഫാമിലിയെ കൂടി പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛാ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീണ കുട്ടി? ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു സ്വഭാവം? പാവമാണോ, കുറുമ്പിയാണോ, വീണ പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണോ? വീണ പഠിക്കാനായിട്ട് മടിച്ചൊന്നുമല്ല, നല്ലോണം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അതെ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ആ CCRTയുടെ സ്കോളർഷിപ്പ് എല്ലാം ഗവൺമെന്റിൽ നിന്നും കിട്ടിയത്. ഈ അച്ഛൻ അസ്ട്രോളജർ ആണെന്ന് പറഞ്ഞത്, അപ്പൊ അച്ഛന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ അവന്റെ മോള് വീണ പഠിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. കലാപരമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. അങ്ങനെ തോന്നിയിരുന്നു. അപ്പൊ അതിപ്പോ ഇതെല്ലാം കലയാണല്ലോ. ഇപ്പൊ പാട്ട് നന്നായി പഠിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്യാൻ കൂടി വേണമല്ലോ. അതിപ്പോ അതിന് വേണ്ടിയിട്ടുള്ള
കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാലേ ഇപ്പം എന്തായാലും ഇപ്പോൾ കല്യാണം കൂടി കഴിഞ്ഞു, ഇനിയിപ്പോൾ ആ ഫാമിലിയുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് ഹസ്ബൻഡിനോടാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പൊ വൈശാഖ്, വൈശാഖ് പറയൂ, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? മാട്രിമോണിയിലായിരുന്നു? എങ്ങനെയാ നിങ്ങൾ അറേഞ്ച് മാരേജ് നടത്തിയത്? അല്ല, മാട്രിമോണി ആയിരുന്നില്ല, റിലേറ്റീവ്സ് മുഖാന്തരം വന്നതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കുറെ കണ്ടു, പാട്ടിന്റെയും വീണയുടെ ഒക്കെ. അതെ അതെ. അപ്പൊ ആള് സോഷ്യലി അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ കണ്ടു, വീഡിയോസ് ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഗോപിയുടെ ലുക്ക് വൈസ് നോക്കി നല്ല ചിരി, നല്ല മുടി, നല്ല കണ്ണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ എനിക്ക് പറ്റിയ ആളാണെന്ന്? അത് പെണ്ണ് കാണാൻ പോയപ്പോൾ എന്തായാലും തോന്നി, അതിനുശേഷം തോന്നി. ആൻഡ് എങ്ങനെയാണ് വല്ല പാട്ട് പാടുവോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കഴിവുകൾ? ഞാന് പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല പാട്ടുകള്. ഇനിയിപ്പോ പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ്, ഫ്രീ ആയിട്ട് ഗുരുവിനെ കിട്ടിയ സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ. അപ്പൊ ഗോപികയാണ് ഇനി മുതൽ നല്ല പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ഇനിയൊരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഗോപിക പാടും, വൈശാഖ് അവിടെ നിന്ന് വീണ വായിക്കും. അല്ലെ വൈസ് വേഴ്സ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി യൂട്യൂബ് ചാനൽ, അതാണ് ഞങ്ങൾക്ക് കാണേണ്ടതും. ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും അടുത്തിടെയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. ഈ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ.